ഞാൻ ഇന്ന് നമ്മളെ പുഷ്പ 2 കാണാൻ പോയിരുന്നു. പുഷ്പ 2 രക്ഷയില്ല, മാസ സിനിമ. ഞാൻ ഇന്ന് ഈ റിവ്യൂ ഇടൂലായിരുന്നു. ഞാൻ റിവ്യൂ ഇടുന്ന ആളൊന്നുമല്ല, റിവ്യൂ ഇടണ്ട അല്ലെങ്കിൽ ഇതിനെ പറ്റി ഒന്നും പറയണ്ട അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ഒരാളാണ്. റിവ്യൂ കണ്ടിട്ടാണ്, അതായത് കുറച്ച് പേരൊക്കെ റിവ്യൂ ഇടണവന്മാരൊക്കെ റിവ്യൂ ഇട്ടേക്കുന്നത് പടം ഭയങ്കര മോശമാണെന്നുള്ള രീതിയിലൊക്കെ ഇട്ടേക്കുന്നത്. അങ്ങനെ ഇടേണ്ട ഒരു കാര്യമില്ല ഈ പടത്തിൽ. പ്രത്യേകിച്ച് അവരുടെ ഭാഷയിൽ ആ ഒരു പടം, അതായത് മാസ പടത്തിന് മാസമായിട്ട് ഇരിക്കുള്ളൂ പടം. പിന്നെ ലാസ്റ്റ് കുറച്ച് സെൻറ്റി ആയിപ്പോയി, കുറച്ച് അത് ഫാമിലിക്ക് കൂടെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം പടം അങ്ങനെ എടുത്തത്. അത് മോശമൊന്നുമല്ല, പടം മോശമൊന്നുമല്ല ഒരിക്കലും പറയണത്. അതായത് അങ്ങനെയല്ല, ഭയങ്കര സെൻറ്റി ആക്കി കളഞ്ഞ് മാത്രം ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി ഫുള്ള് പക്കാണ് പടം, ഒരു രക്ഷയില്ലാത്ത പടമാണ്. മാസം എന്ന് പറയുമ്പോൾ കട്ട മാസം. പിന്നെ അല്ല, നമ്മളിപ്പം മലയാള സിനിമയിൽ ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അങ്ങനത്തെ ഒരു സിനിമ ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ലേ. കാര്യം നമ്മൾ കേരളത്തിലുള്ള സിനിമ വേറെ, അവിടെ എടുക്കുന്ന പടം വേറെ. ആ പടം അങ്ങനെ കണ്ടാലേ എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. പിന്നെ ഈ പടം കാണണമെന്ന് ചെറുതായിട്ടെങ്കിലുള്ള ഒരു റിവ്യൂ കേട്ടിട്ടാണ്. ഇപ്പം ഞാൻ പറയണത് കേട്ടിട്ടായിരുന്നാലും പോകണമെന്ന് വയ്ക്കണ്ട, പോകണ്ടെന്ന് വയ്ക്കണ്ട. അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണമെന്നുള്ളവരാണെങ്കിൽ, കാണണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുള്ളവരാണെങ്കിൽ പോയി കാണുക. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആവറേജ് പടമായിട്ട് തോന്നുമായിരിക്കും, വേറൊരാൾക്ക് ഒട്ടും കൊള്ളൂലെന്ന് തോന്നുമായിരിക്കും. പടം ആരും പറയണത് കേട്ടിട്ട്. കാര്യം മറ്റേ ഫോണിൻ്റെയൊക്കെ റിവ്യൂ ഇടുന്നവരത്തെ റിവ്യൂ ഇട്ടേക്കണം, എന്താ പറയുക, പടം കട്ട ചളി, ഇങ്ങനെ ഒരു പടം എന്താ പറയുക, ഇങ്ങനെ എന്താണ് പടം എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നത്. പടം അത്രയും, അതായത് പ്രൊഡ്യൂസർ ഇത്രയും പൈസ മുടക്കി ഇത് സിനിമ എടുക്കണമെങ്കിൽ അവനത് പടം ഓടുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അവന്മാർ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ നമ്മൾ ഇതിപ്പോൾ ഞാൻ സഹിതം ഇവിടെ ഇരുന്നുകൊണ്ട് പറയണത് പോലെ എളുപ്പമല്ല ഒരു പടം എടുക്കുക എന്ന് പറയുന്നത്. അവ അത്രയും കഷ്ടപ്പെട്ട് സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ പടം. അവ അതിൽ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇവിടെ ഉള്ളവർത്തനും വയ്ക്കൂല അതിൽ. പിന്നെ മലയാളത്തിലോട്ട് ആ പാട്ട് വന്നപ്പോഴത്തേക്കും പാട്ട് ഒരെണ്ണം എനിക്ക് ഭയങ്കര സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ പക്ഷെ അതിനുള്ള സീനെല്ലാം ഒരു രക്ഷയില്ല, അവൻ്റെ ഡാൻസ് പക്കപ്പൊളി, ഒരു രക്ഷയില്ല. അതുകൊണ്ട് പടം എന്തായാലും കാണുന്നത് ചെറുതായിട്ടെങ്കിലും ഉള്ളവർ പോയി കാണാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഞാൻ ഇതിപ്പോൾ പറയില്ലായിരുന്നു. കാര്യം കങ്കുവ സിനിമ ഇതേപോലെ പറഞ്ഞ് ഉറപ്പിച്ച്. കങ്കുവയും എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അതും റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ പറഞ്ഞു തന്നെ ലേറ്റായി പോയി, സിനിമ കാണാൻ പോയി, കൊള്ളൂലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പടം കാണാൻ പോയി, ലേറ്റായി പോയി. അതുകൊണ്ട് ഞാൻ റിവ്യൂ ഇട്ടില്ല. കങ്കുവയും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേര് കാണും ആ പടം കണ്ടിട്ട്. കാര്യം പടമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, കങ്കുവയും ഇഷ്ടപ്പെടും. ഇപ്പം നമ്മളെ പുഷ്പ 2 വേറെ ലെവല് പടം രണ്ടും. അപ്പോഴ് എന്തായാലും കങ്കുവ മൂഞ്ചി, ഇതുകൂടെ മൂഞ്ചിക്കല്ലോ ഇത് കണ്ടു കഴിഞ്ഞ് ഈ പറയണ കേട്ടിട്ട്. കാര്യം ഇത് തിയേറ്റർ എഫക്റ്റ്, അതായത് മാസ പടം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട പടം. കാര്യം നമുക്ക് എന്നാലും അതിൻ്റെ ഫീല് കിട്ടുമോ, സൗണ്ട് എഫക്റ്റ് ആയിരുന്നാലും നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു മൊത്തത്തിൽ കാണാൻ സെറ്റായിരിക്കും. മാസ പടം ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഒരു എന്താ പറയുക, ഫാമിലി പടമാണ്, വലിയ മാസമൊന്നും ഇല്ലാത്ത പടമാണെങ്കിൽ ഓക്കെ, നമുക്കിപ്പം വീട്ടിലിരുന്ന് കണ്ടാലും കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷേ മാസ പടം നമ്മൾ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടാലേ എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പടം കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരിക്കലെങ്കിലും തിയേറ്ററിൽ പോയി കാണണം എന്ന് ചിന്തിച്ചവരാണെങ്കിൽ ഒരിക്കലും ബാക്ക് അടിക്കണ്ട, പോയി കണ്ടതുപോലെ ഒരു കാര്യം കൂടെ. പിന്നെ നമ്മളെ ഫസ്റ്റ് ഫാസിൽ ഒരു രക്ഷയില്ല. പിന്നെ ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്, പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഫഹദ് ഫാസിലിനെ കാണാൻ പോലില്ലെന്ന് പറഞ്ഞ്. അതിൽ ഫഹദ് ഫാസിലും അല്ലു അർജുനും മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല. അതിൽ ഫുള്ളിങ്ങനെ ഇവർ തന്നെ മാറി തിരിഞ്ഞ് വന്നോണ്ടിരിക്കും. അവർ രണ്ടുപേരും തമ്മിലാണ് അംഗം അതിൽ മെയിനായിട്ട് ആ പടത്തിൽ. അതിൽ അവൻ പറയണ ഫഹദ് ഫാസിലിനെ ഒന്നും കാണാനായില്ലെന്ന്. എടാ, അതിലുള്ളത് ഫഹദ് ഫാസിലും അല്ലു അർജുനുമാണ് മാറി നിൽക്കുന്നത്. എന്നിട്ട് അവൻ്റെ കണ്ണിൽ കുരുടെന്ന്. ഞാൻ എന്തിനെന്ന് പറയാം, ഓരോരുത്തന്മാർ പടം കണ്ടിട്ട് റിവ്യൂ പറയണം, അവൻ്റെയൊക്കെ ചെപ്പയ്ക്ക് അടി കൊടുക്കണം ഈ പറയുമ്പോൾ തന്നെ. ഇവനൊക്കെ എന്തെന്നെ നടക്കണമെന്നുള്ളൂ, ഒരു പടത്തിന് പറഞ്ഞ് നശിപ്പിക്കുന്നതിന് ഒരു കണക്ക് വേണ്ടി. അതിൽ ഒരു രക്ഷയില്ലാത്ത ഫഹദ് ഫാസിലോ ഒരു രക്ഷയില്ലാത്ത മുട്ടായി പോലെ അഭിനയിച്ചിട്ടുണ്ട് അവന്. എന്തായാലും ഒന്നിനൊന്നിന് വെച്ചാൽ ഫഹദ് ഫാസിലിൻ്റെ ചില സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കുറച്ച് എന്താ പറയുക പറയാൻ പറ്റില്ല, നമ്മൾ കാണുമ്പോഴും മനസ്സിലാവുന്ന കാര്യം. എന്തെന്ന് പറയാ, ചിലതിൽ അവനെ കേവലപ്പെടുത്തും. നമ്മൾ ഇപ്പോൾ അല്ലു അർജുൻ ചില സീനിലൊക്കെ അവനെ കേവലപ്പെടുത്തുക, അതിലൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ അഭിനയിച്ച് തള്ളിയിട്ടുണ്ട്. നമുക്ക് നല്ല രസമുണ്ട്. എന്തായാലും പോയി കാണാം. അപ്പോൾ എനിക്ക് അതും കൂടെ പറയണം തോന്നി. ഫഹദ് ഫാസിൽ അതിൽ സെറ്റാണ്. നമ്മളെ അതായത് മലയാള നടന്മാരിൽ ഒരു നല്ല സൂപ്പർ നടൻ തന്നെയാണ് ഫഹദ് ഫാസിൽ നിന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി എന്നാൽ ബൈ.